പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നോയമ്പുകാല ചിന്തകളിൽ ഇത് മൂന്നാം ഭാഗമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അറിയാൻ പാടില്ലാത്ത കാര്യം, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് കളയുന്ന കാര്യം പാപം എന്തെന്നുള്ള കാര്യമാണ്. അതവർക്കറിയാൻ വയ്യാത്തതുപോലെ അഭിനയിക്കുകയാണോ അതങ്ങ് മാറ്റിവെച്ചു അത് നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പാപം എന്താണെന്നുള്ളത് ഏകദേശം കുറച്ചൊക്കെ, നമുക്ക് ഒരുപാട് വിസ്തരിക്കാൻ പറ്റത്തില്ല, ധാരാളമുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് അങ്ങനെ ബോധവാന്മാരാക്കണം. നോയമ്പ് കാലത്ത് നമ്മൾക്ക് പാപബോധമില്ലാതെ നോയമ്പ് നോക്കുന്നതിലോ ഉപവസിക്കുന്നതിലോ പ്രാർത്ഥിക്കുന്നതിൽ പോലും അർത്ഥമില്ല. നമ്മുടെ ദൈവാലയ കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിലും അർത്ഥമില്ല. നോയമ്പ് കാലത്തല്ല, അല്ലാത്തപ്പോഴായാലും. പക്ഷേ പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രാപിക്കേണ്ടുന്ന അനുഗ്രഹങ്ങൾ ധാരാളം ഉള്ളപ്പോൾ ആ അനുഗ്രഹങ്ങൾ യാതൊന്നും തന്നെ നമ്മൾക്ക് പ്രാപിക്കാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഈ പാപബോധമില്ലാത്തവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും ഉള്ള അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, ദൈവവചനത്തിലായിരിക്കണം നോയമ്പ് കാലം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പക്ഷപാതം നമ്മൾ കാണിക്കരുത്. പക്ഷപാതം, പിന്നെ നിസ്സംഗത മനോഭാവം, ഇതൊന്നും ഉണ്ടാകരുത്. ഏറ്റവും വലിയ പാപമാണ് നിസ്സംഗത മനോഭാവം. ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ എല്ലാം അറിയാവുന്നവരും ഇനി അറിയാൻ പാടില്ലാത്തവരായാലും തന്നെ ഒരു നിസ്സംഗതയോടെ എല്ലാം നോക്കിക്കാണുന്ന നമുക്കെന്തോ കാര്യം വേണം, നമുക്കെന്തുവാ, നമ്മളെ ബാധിക്കുന്നില്ല, നമുക്ക് ദോഷമായിട്ടൊന്നും ഇതൊന്നും വരുത്തില്ല, അപ്പം പിന്നെ ഇതിനൊന്നും ഗവനിക്കണില്ല, അവർ ചെയ്യുന്നു, അവരനുഭവിക്കുന്നു, അല്ലെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ, മറ്റുള്ളവരാരെങ്കിലും ശ്രദ്ധിച്ചോട്ടെ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന നിസ്സാരമായിട്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ളവരിതാണ് ഇന്ന് ഏറ്റവും കൂടുതലും അങ്ങനെയുള്ള കൂട്ടരാണ് ഉള്ളത്. നീതിമാന്മാരെന്ന് പറയുന്നവരാണ് ആ കൂട്ടത്തിലുള്ളത്. ഭക്തജനങ്ങളെന്ന് പറയുന്നവരാണ് ആ കൂട്ടത്തിലുള്ളത്. ഭക്തജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, സുവിശേഷത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരൊക്കെയാണ് ഇങ്ങനെ നിസ്സംഗത മനോഭാവം, തിന്മ കണ്ടിട്ട്, തെറ്റ് കണ്ടിട്ട്, കൺമുൻപിൽ കണ്ടിട്ട്, അത് മറ്റുള്ളവർ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ വയ്യ, ഒരു വാക്ക് ഉച്ചരിക്കാൻ വയ്യ, ഒന്നും വയ്യാതെ നിസ്സംഗതയോടെ അതിന് മനസ്സില്ലാതെ മാറി നിൽക്കുന്നവർ. അത് കാണുമ്പോഴാണ് പ്രയാസങ്ങൾ തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ അതൊരു കടമയാണ്. ഈ ആത്മീയ രംഗത്ത് അത് സുവിശേഷം പറയുന്നവരായാലും, സുവിശേഷ സംഘടനകളിലുള്ളവരായാലും, ഭക്ത സംഘടനകളിലുള്ളവരായാലും, അതിൻ്റെ സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കായാലും ആ സ്ഥാനത്തിൻ്റെ, അവരുടെ വലിപ്പത്തിനനുസരിച്ച്, സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് അവരുടെ പാപത്തിൻ്റെ ഘനം കൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മുടെ നോയമ്പിൽ നമ്മൾ പുണ്യങ്ങൾ പ്രാപിക്കാൻ, ഈ പാപങ്ങളുടെ എല്ലാം പരിഹാരം നമ്മൾക്കുണ്ടാക്കാൻ, അതിനുള്ള കണ്ണുനീരുണ്ടാകാൻ. നമ്മൾ കണ്ണുനീരിലാണല്ലോ ദൈവം കൂടുതൽ നമ്മളോടെ മനസ്സലിയുന്നതും നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കുന്നതും കണ്ണുനീര് കണ്ടാണ്. കാരണം കണ്ണുനീര് വരുന്ന ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ ബോധതലങ്ങൾ നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളിലും അങ്ങനെ അതിൽ കേന്ദ്രീകരിച്ചാണ് അത് നമുക്ക് ആ പശ്ചാത്താപം ഉണ്ടാകുകയും ആ പശ്ചാത്താപത്തിൽ നിന്നാണ് മനസ്താപം ഉണ്ടായി നമ്മൾക്ക് കണ്ണുനീര് ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ണുനീരാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ബലിവസ്തു, ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച. കാരണം പാപിയുടെ കണ്ണുനീരെന്ന് പറയുമ്പോൾ അതിന് ദൈവം സ്വർഗം മുഴുവനും അതിന് വിലമതിക്കുന്നു. അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ പാപബോധമില്ലാത്തവർക്ക് ഇതൊന്നും സാധിക്കത്തില്ല. അപ്പോൾ പക്ഷപാതം നമ്മൾ അത് പറഞ്ഞു.
അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മൾക്ക് അലസത എന്ന പുണ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അലസത എന്ന് പറയുമ്പോൾ അതിനും വേണ്ടി വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നു, അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, ഒന്നും ചെയ്യാതെ ചുമ്മാ കിടന്ന് ഉറങ്ങുന്നവർ മാത്രമല്ല അലസത കാണിക്കുന്നത്. തൻ്റെ കടമകൾ ചെയ്യാത്തത് കൊണ്ട്, ചെയ്യാതെ ഭക്താഭ്യാസങ്ങളുമെല്ലാം കാണിച്ച് ആ സംഘടനകളിലെല്ലാം ഇരുന്നും അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നും അവർ വിലസുന്നത് മടിയാണ്, അലസതയാണ്. കാരണം അവർക്ക് പ്രവർത്തിക്കാൻ വയ്യല്ലോ, പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവിടേക്ക് ഇരുന്നും കൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കാൻ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് ചെയ്യുന്നു, അത് അലസതയാണ്. അപ്പോൾ അത് ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. അതെന്താണ് അതിന് പറയുന്നത്? കപടത, കാപട്യം. കർത്താവ് ഏറ്റവും കൂടുതൽ വിമർശിച്ച് ശക്തമായ ഭാഷയിൽ, വളരെ കൂർത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് കപടതയെയാണ്, കാപട്യം. ആ നിയമജ്ഞരോടും ഫരിസേയരെയും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് അത് നാശമായിട്ട് വരും, നിങ്ങൾക്ക് നാശം സംഭവിക്കാൻ പോകും, ദുരിതം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് ദുരിതം എന്നൊക്കെ അവരോട് പറഞ്ഞതാണ്. അപ്പം നമ്മളോട് അത് ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെ പറയരുത്. നമ്മുടെ നോയമ്പ് കണ്ടിട്ട് കർത്താവ് അങ്ങനെ പറയരുത്, അങ്ങനെ പറയാനിട വരരുത്. നമ്മൾ കേൾക്കുന്നില്ല, കാരണം നമ്മുടെ മനസ്സ് അങ്ങനെ വയ്ക്കുന്നില്ല, കർത്താവിനോട് ചേർത്ത് വയ്ക്കുന്നില്ല. അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് നമ്മൾക്ക് കേൾക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഞാൻ ഇന്ന് അലസതയെ പറ്റി പറയുന്നു. അത് ശ്രദ്ധിച്ച് അത് കേൾക്കണം, മനസ്സിലാക്കണം. അത് അലസത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചും, സന്ദർശനങ്ങൾ നടന്നു അങ്ങുമിഞ്ഞുമൊക്കെ ചുറ്റിക്കറങ്ങി നടന്നും ചീട്ട് കളിച്ചും അലസമായി സമയം കളയുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാവുന്നത്. പക്ഷെ അത് മാത്രമല്ല, അഭിനയവും അത് തന്നെയാണ്. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്ന് ആത്മീയ ചിന്തകർ പറഞ്ഞ് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അലസതയോടെ കൈകാര്യം ചെയ്യുന്നവർ, നിസ്സംഗതയോടെ കൈകാര്യം ചെയ്യുന്നത് എല്ലാം പിശാചിൻ്റെ പണിയാണ്. പിശാച് നമ്മളെ അത് പ്രകോപിപ്പിച്ചാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. തികച്ചും സത്യമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ചിലരെ നമ്മൾ കാണാം, നമ്മുടെ ചുറ്റുപാടുകൾ ചിലർ എന്തെങ്കിലും ജോലി ചെയ്യുന്നു. കുടുംബം നോക്കാത്തവൻ കുടുംബത്തിലെ കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല. ചിലർ ഭാര്യയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല, മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല. അപ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നില്ല. അങ്ങനെയുള്ള മടി പിടിച്ചവർ, അലസരായവരുണ്ട്. അപ്പോൾ അവരുടെ ഇത് വലിയ പാപമാണ്. കാരണം ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യരുതാണ്. നമ്മൾ ഇപ്പോൾ ഉൽപ്പത്തിയിൽ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 1:33 അത് പറയുന്നുണ്ട്. എന്താ ഇത്? മനുഷ്യനെ നിങ്ങൾക്ക് 29 എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്തുവാ? ധാന്യം വിളയുന്ന ചെടികൾ, എല്ലാ ഫലവൃക്ഷങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുക. അപ്പം ധാന്യവൃക്ഷങ്ങളെന്ന് ഏത് തൈകൾ, ധാന്യങ്ങൾ വിളയുന്ന തൈകളെല്ലാം തന്നിട്ടുള്ള എങ്ങനെയാണ് അത് ഇനിയും ഉണ്ടാകുന്നത്? ഒരിക്കലുണ്ടായി പിന്നെ ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. അത് 2-ാം അധ്യായത്തിൽ അത് തീർത്ത് പറയുന്നുണ്ട്. അത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവിടെ ആക്കിയത് കൃഷി ചെയ്യാനും തോട്ടം പരിപാലിക്കാനുമാണ്.
അപ്പോൾ മനുഷ്യനെ അലസനായിട്ടിരിക്കാനല്ല ദൈവം അവിടെ സൃഷ്ടിച്ചത്. നമ്മൾ ചിന്തിക്കും ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം അവിടെ ഉണ്ട്, ഇവരിങ്ങനെ തിന്ന് ആസ്വദിച്ചു ഒക്കെ ഇങ്ങനെ ജീവിതം അവിടെ സന്തോഷമായിട്ട് ചുമ്മാതെ ചിലവഴിക്കുകയായിരുന്നു. പിന്നെ ദൈവത്തെയും വൈകുന്നേരം ആകുമ്പോൾ കാണുമായിരുന്നു, വരുമായിരുന്നു, കൂടെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ എന്ത് സുഖമായ ജീവിതം അല്ല. അവർ അധ്വാനിച്ച് ജോലി ചെയ്യാനാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലസത പാടില്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പം ഇവിടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാത്തവൻ എങ്ങനെയാണ് അവൻ്റെ കർത്താവ് ചോദിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 3:5 വാക്യം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? അപ്പം അത് പറഞ്ഞിരിക്കുന്നത് മെത്രാൻ സ്ഥാനത്തെ പറ്റിയൊക്കെയാണ്. ആത്മീയ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ആത്മീയ സ്ഥാനം കൈകാര്യം ചെയ്യുന്നവർ ഇപ്പം നമ്മുടെ സംഘടനകളൊക്കെ അല്ലെങ്കിൽ ദൈവാലയങ്ങളുടെ കമ്മിറ്റികൾ കൈകാര്യം ചെയ്യുന്നവർ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് ഈ അലസത? ചിലരുണ്ട് ഇത് മാത്രം കാര്യമായിട്ട് നീങ്ങുക, മറ്റു കാര്യങ്ങളും ചെയ്യേണ്ട, ഇത് മാത്രമേ അവർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടി എന്നുള്ള വലിയ കാര്യത്തിൽ ഇങ്ങനെ അങ്ങ് നടക്കുന്നവർ. അത് അപ്പോൾ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതുപോലെ തന്നെ ഈ ആത്മീയ സംഘടനകളുടെ സ്ഥാനം ചിലപ്പോൾ അത് സംഘടനകളുടെ സുവിശേഷ രംഗത്തെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ തിന്മകൾക്കെതിരായിട്ടും പിന്നെ മിണ്ടത്തില്ല. തങ്ങളുടെ മുമ്പിൽ കാണുന്ന തെറ്റുകൾക്കെതിരായിട്ട് മിണ്ടത്തില്ല. അല്ലെങ്കിൽ ജനങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാരണം എന്തിനാണ് അവരെ നമ്മൾ പറഞ്ഞ് പ്രകോപിപ്പിക്കേണ്ട? അതൊക്കെ പ്രകോപനം ഉണ്ടാകും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനാണോ നമ്മളെ ദൈവം നിയമിച്ചത്? കർത്താവിൻ്റെ കാലത്ത് ഇവരെല്ലാം കർത്താവ് ഇതെല്ലാം പറഞ്ഞവരോട് ഇതെല്ലാം പറഞ്ഞ് ഉപദേശിച്ചതും അവർക്ക് വാണിംഗ് കൊടുത്തതും എല്ലാം എങ്ങനെയാണ്? അവരെ വിഷമിപ്പിക്കേണ്ടെന്നും പറഞ്ഞാണോ? അങ്ങനെ കർത്താവിന് കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിക്കേണ്ടായിരുന്നല്ലോ, കുരിശിൽ തറയ്ക്കത്തില്ലായിരുന്നു. അവർ കൊണ്ടു നടന്നേനെ വലിയ കാര്യമാണ് അവരുടെ കൂടെ ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ആ ഫരിസേയരുടെ അവരുടെയൊക്കെ രീതികളാണ് ഈ സംഘടനാ സ്ഥലത്തും ആത്മീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ എല്ലാവരും കാണുന്നത്. അല്ലാതെ ഞാൻ മെത്രാന്മാരുടെയോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള പട്ടക്കാരുടെ കാര്യങ്ങളല്ല ഞാൻ ദൈവം അഭിഷേകം ചെയ്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളെ സാധാരണ ജനങ്ങളിൽ തന്നെ ആത്മാവിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ അവർ ഇപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, ഇത് തന്നെ അധികപ്പറ്റാണെന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അതൊക്കെ വലിയ തെറ്റാണ്. അപ്പം തൻ്റെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അന്വേഷിക്കാൻ കഴിയാത്തവരെങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ഇരിക്കുന്നത്? ഇതിപ്പം നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നോക്കിയാലും സാമൂഹ്യ രംഗത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ രംഗത്തായാലും ഇത് തന്നെയാണ്. അവരിങ്ങനെ ഓടി നടക്കും, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നാട് നന്നാക്കാൻ നടക്കുക, വീട് നന്നാക്കാതെ, കുടുംബം നന്നാക്കാതെ, കുടുംബത്തിൻ്റെ കാര്യം നോക്കാതെ നാട് നന്നാക്കാൻ നടക്കുന്നവരെ എന്താണ് പറയേണ്ടുന്നത്? നമ്മൾ ഞാൻ ഇപ്പോഴും ഓർമ്മ ഒരു സിനിമയുണ്ടായിരുന്നല്ലോ, ഈ ബിജു മേനോൻ്റെ വെള്ളിമൂങ്ങ. അതുപോലുള്ള ഇതുപോലുള്ളൊരു കഥാപാത്രമാണ് അവിടെ ബിജു മേനോൻ അവതരിപ്പിക്കുന്നത്. അവർക്ക് വീടോ മറ്റ് കാര്യങ്ങളോ കുടുംബങ്ങളോ ഒന്നുമല്ല പ്രധാനം, നാട് നന്നാക്കാൻ നടക്കുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് അധ്വാനിച്ചൊരു പൈസ ഉണ്ടാക്കത്തില്ല, കൂടെ വരുന്ന അണികളുടെ പോക്കറ്റിൽ കൈയിട്ട് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക, വേണ്ടുന്നൊരു പാവങ്ങൾ ആരെങ്കിലും കണ്ട അപ്പോൾ കൊടുത്തെന്നായി. അപ്പോൾ ഈ ഒരു ചിന്താഗതിയാണ് നമ്മളിലും ഉള്ളത്. അത് വലിയ പാപമാണ്. അത് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പോൾ ഇത് കപടഭക്തരെ ദൈവം ഒരുപാട് വെറുക്കുന്നതാണ്, അത് പറഞ്ഞല്ലോ. അപ്പം അതുപോലെയാണ് മറ്റുള്ളവരുടെ നന്മകളിലൊക്കെ അസൂയ കാണിക്കുന്നത്. ഇവിടെ അലസതയുള്ളവർ അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ട്. ഈ കർത്താവ് പറയുന്നത്, വിശുദ്ധ പൗലോസ് പറയുന്നത് 2 തെസ്സലോനിക്കർ
3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള ഭാഗത്ത് പറയുന്നത് മുഴുവനും അത് തന്നെയാണ്. എന്താ പൗലോസ്ലീഹ പറയുന്നത്? എൻ്റെ മാതൃക കണ്ട് പഠിക്കണം. ഞങ്ങൾ രാപകൽ അധ്വാനിച്ചാണ് നിങ്ങളെ പ്രയാസപ്പെടുത്താതെ ഞങ്ങളുടെ ചിലവുകൾ ഞങ്ങൾ വഹിച്ചത്. അതിൻ്റെ ബാക്കിയുള്ളത് സാധുക്കൾക്കും അദ്ദേഹം ചെയ്തിരുന്നു, പൗലോസിൻ്റെ കൂടെ ഉള്ളവരും. അപ്പോൾ അവിടുന്ന് പറയുന്നത് എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അവൻ ഭക്ഷിക്കാനുള്ള അവകാശമില്ല. എല്ലാ കാര്യത്തിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. അവർ ശാന്തമായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. കർത്താവും പറഞ്ഞ അങ്ങനെയാണ്, നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കണം, അതേ പറ്റത്തുള്ളൂ. കഠിനമായിട്ട് അധ്വാനിക്കണം നീ എന്നാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ആദാമിനോടും ഹവ്വായോടും ഒക്കെ പറയുന്നത്. നിങ്ങൾ നല്ലപോലെ ജോലി ചെയ്ത് അധ്വാനിക്കണം, നെറ്റി വിയർക്കണം, അതായത് ശരീരം വിയർത്ത് ജോലി ചെയ്ത് ജീവിക്കണം. അല്ലാതെ വല്ലവരുടെയും ബലത്തിൽ ജീവിക്കാൻ അല്ല, സ്വന്തം ബലത്തിൽ ജീവിക്കണം. അത് ദൈവത്തിലുള്ള ആശ്രയത്തിൽ. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കണം, എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെ തോന്നത്തില്ല. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കാതെ ഉള്ളവർ പിന്നെ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? മറ്റ് ലോകകാര്യങ്ങൾ, ലോകത്തിൻ്റെ ബലങ്ങൾ, കൂട്ടുകാരുടെ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ വ്യക്തികളുടെയൊക്കെ ബലങ്ങളെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കാതെ അവരിൽ ആശ്രയിക്കുമ്പോൾ പിശാചിൻ്റെ പണിയാണ്. കാരണം ദൈവത്തിന് എതിരായിട്ട് കാണിക്കുന്നത് എന്തും പിശാചിൻ്റെ പണി തന്നെയാണത്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ അതൊരു വലിയ ഒരു തെറ്റാണ്. അപ്പോൾ ഈ അലസത എന്ന് പറയുമ്പോൾ സുഭാഷിതങ്ങൾ 18 അധ്യായം 9-10 പറയുന്നുണ്ട്, മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെ അത് ഒരുപാട് ഇങ്ങനെ പറയാനുണ്ട്. സുഭാഷിതങ്ങൾ 24-30 പറയുന്നുണ്ട്, ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് വിവരിക്കാനുള്ള സമയമില്ല. ഇത് മറ്റൊന്ന് നമുക്ക് പറയുന്നത് സമയമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം വെറുതെ ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. പാഴാക്കി കളയുന്നത്, വെറുതെ ഉപയോഗിക്കുമല്ലോ, പാഴാക്കി കളയുന്നത്. കർത്താവിൻ്റെ വലിയ ഒരു ദാനമാണ് നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ. ഒരിക്കൽ വന്നിരിക്കുന്ന ഈ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അത് തിരിച്ച് വീണ്ടും റിവേഴ്സ് അടിച്ച് ഇവിടെ വരികയല്ല. അടുത്ത സമയമാണ്. അങ്ങനെ ആണല്ലോ, ഒരു വർഷം പോകുമ്പോൾ ഒരു വയസ്സ് പോകുന്നില്ലേ? അപ്പോൾ ഈ സമയം നഷ്ടപ്പെടുത്തുന്നപ്പോൾ ഈ വർഷത്തെ സമയം നഷ്ടപ്പെടുത്തിയാൽ ഈ വർഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അടുത്ത വർഷം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പറയുമായിരുന്നു, എനിക്ക് കിട്ടിയ കൃപ മറ്റാർക്കെങ്കിലുമാണ് കിട്ടിയിരുന്നെങ്കിൽ അവർ എന്നേക്കാൾ നന്നായിട്ട് ജീവിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ആ ദാനം നഷ്ടപ്പെടുത്താതെ എന്നെക്കാളും ധാരാളമായിട്ട് ഉന്നതി നേടുമായിരുന്നു ആത്മീയ രംഗത്ത്, മറ്റുള്ളവർക്കും അത് പ്രയോജനകരമായിരുന്നു എന്ന്. അപ്പോൾ അതാണ് ഏറ്റവും ഉന്നതി പ്രാപിച്ചവർക്ക് അതാണ് പറയാൻ പറ്റുന്നത്. അഗസ്തീനോസിനെ പോലെ ഉന്നതി പ്രാപിച്ചവർ ഉണ്ട്, അധികം കുറച്ച് മറ്റുള്ളവരുണ്ട് നമ്മൾക്ക്. അപ്പോൾ എന്നിട്ട് എളിമയോടെ പറയുന്നത്, എന്നെക്കാളും ഇത് മറ്റുള്ളവർ നന്നായേനെ അവർക്കായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ഉയർന്നേനെ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ കാര്യത്തിലും വലിയ വിലയുള്ളതാണ്. നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോയമ്പുകൾ നമ്മൾ ചിന്തിക്കണം. അലസത, പിന്നെ പക്ഷപാതം, പിന്നെ നമ്മൾ പറഞ്ഞത് അധികാര രംഗത്ത് നമ്മൾ കൂടുതൽ പ്രതിപത്തി കാണിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഇതൊക്കെ നോയമ്പിൻ്റെ കാലത്തെ ഈ പാപങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കണം. നിസ്സംഗത മനോഭാവം
കൂടുതലായിട്ട് നമ്മളുടെ എപ്പോഴും അധികമായിട്ട് ഉണ്ടല്ലോ, ധാരാളമായിട്ടുണ്ട്, എല്ലാവരിലും ഉണ്ട്, ഇല്ലാതില്ല. ചിലപ്പോൾ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില കാര്യങ്ങളാണ് നമുക്കും പറയാൻ പറ്റത്തില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ വല്ല മറ്റുള്ളവർ മാത്രമല്ല, ഞാൻ എന്നെയും കൂടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ നോയമ്പ് കാലത്ത് ഇതെല്ലാം ചിന്തിച്ച് നമ്മൾ കർത്താവിനോട് നമ്മൾ കരുണയാചിക്കണം. കാരണം ചെയ്യുന്ന തെറ്റ് കർത്താവിന് ദൈവത്തിന് എതിരായിട്ട് ദൈവത്തിന് മുമ്പിൽ ചെയ്തു പോകുന്ന തെറ്റുകളാണ്. അതുപോലെ തന്നെ കപടഭക്തി. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലുണ്ടോ? ഞാൻ പറയുമല്ലോ, ഡബിൾ റോൾ നടക്കുന്നത്. ചിലപ്പോൾ ഡബിൾ റോളും അല്ല ട്രിപ്പിൾ റോളും കാണും. അവിടെ കർത്താവിനെ വഞ്ചിക്കുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു, പിന്നെ സാത്താനെയും വഞ്ചിക്കും. ചില സമയത്ത് സാത്താൻ്റെ കൂടെയും ചേരും എന്നുള്ള രീതിയിൽ പോകുന്നവരുമുണ്ട്. അപ്പോഴിങ്ങനെയുള്ള കപടഭക്തി അത് നമ്മുടെ സമൂഹത്തിൽ മിക്കവാറും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കപടഭക്തി, അതാണ് ഞാൻ നേരത്തെ പറയുക, കർത്താവ് നിങ്ങൾക്ക് ദുരിതമെന്നാണ് പറയുക. കർത്താവ് ഏറ്റവും വെറുക്കുന്നതാണ്, അലസത പോലെ തന്നെയാണ് ഏറ്റവും വെറുക്കുന്നതാണ് കപടഭക്തി. അപ്പം മറ്റുള്ളവരുടെ നന്മകളിൽ അസൂയ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ചിലർ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. മറ്റുള്ളവരുടെ നന്മകൾ, മറ്റുള്ളവരെ എന്നെക്കാളും കൂടുതൽ നന്മകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെ ചെയ്യുന്നു, അതുപോലും സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. എന്നെപ്പോലെ എന്തിനാ അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്, എൻ്റെ അത്രയാകാൻ പാടില്ല എന്നുള്ള ഒരു രീതി. ഞാനല്ലേ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്, ഏറ്റവും വലിയ എന്നുള്ള രീതി ഒക്കെ നമുക്കെല്ലാവർക്കും ബാധിക്കും. എനിക്കായാലും ആർക്കായാലും ബാധിക്കുകയാണ്. അത് എല്ലാ രംഗത്തും ഉണ്ട്. ആത്മീയ രംഗത്തുമുണ്ട്, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും എല്ലാം അങ്ങനെയാണ്. ഇന്നിപ്പം രാഷ്ട്രീയ രംഗത്തെല്ലാം മുഴുവനും അങ്ങനെ തന്നെയായിപ്പോയി, സാമൂഹിക രംഗത്തുമൊക്കെ. അത് നമ്മൾ എപ്പോഴുമൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണല്ലോ. അതെല്ലാം കണ്ട് നമ്മളെ മനസ്സും എടുക്കാറുണ്ട്. രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയക്കാരെ നമ്മൾ മൊത്തം പുച്ഛത്തോടെ കാണേണ്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വലിയ പാപമാണ്. നമ്മൾ അസൂയ, മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു വരുത്തുന്നില്ല ചിലർ. അപ്പം ദൂഷണം പറയുന്നത്, ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അല്പം ഉള്ളത് ഒരുപാട് പെരുപ്പിച്ച് പറഞ്ഞ് ദൂഷണവും പറഞ്ഞ് നിൽക്കുന്നത്, ഇതെല്ലാം അസൂയയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും അങ്ങനെ പറഞ്ഞ് വരുത്തുന്ന അങ്ങനെ വലിയ, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അസൂയയിൽ നിന്ന് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, പിന്നെ പാപങ്ങൾ വന്നുകൊണ്ടിരിക്കും അസൂയ ഉണ്ടായാൽ. പിന്നെ അതുപോലെ അഹങ്കാരം നമ്മളിൽ നിന്ന് പറയും. നമ്മൾ വിചാരിക്കുമോ അതിൻ്റെ എന്തുവാ, ഞാനിങ്ങനെ ചെയ്യുന്നു പറയുന്നു, ഞാനല്ലയോ ഇതെല്ലാം ചെയ്യുന്നത്, ഞാനല്ലയോ അത് ഉള്ളത് പറയുന്നതിൽ എന്തുവാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഉള്ളത് പറയാൻ നമ്മളെ ആരാ വിധികർത്താവായിട്ട് നമ്മളെ നിയമിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ദൈവമാണ് എല്ലാവരെയും വിധിക്കുന്നത്. നമ്മളെ ഈ കുറ്റം വിധിക്കുന്നവരെ അവരുടെ വിധികർത്താവും ദൈവമാണ്, നമ്മുടെ വിധികർത്താവും ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റ നീതിയാണുള്ളത്. ആ നീതിക്ക് അനുസരിച്ച് ദൈവം വിധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വലിയ ശിക്ഷയ്ക്ക് ആകരുതല്ലോ എന്ന് ഈ നോയമ്പ് കാലത്ത് നമ്മൾ അതും ചിന്തിക്കണം. ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞങ്ങ് തീർക്കാനാണ്. കാരണം നമുക്ക് ബൈബിൾ സുവിശേഷ അധ്യായങ്ങൾ കിടക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യാനുള്ള അവസരങ്ങൾ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഇല്ലാതാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്, അസൂയ അഹങ്കാരവും മൂത്ത്. അപ്പോൾ അത് അവർ നന്മ ചെയ്യുന്നത് നമ്മൾക്ക് അതിനുള്ള അവസ്ഥ നമുക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് അതില്ലാതാക്കുക. അതിന് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെല്ലാം ഉണ്ട്. ഇതിപ്പം ആത്മീയ രംഗത്തും ഉണ്ട്. ഞാനീ പറയുമ്പോഴില്ല, ഇതെല്ലാം മറ്റുള്ളവർ മാത്രമല്ല, ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ആത്മാരിലും എല്ലാവരിലും ഉണ്ട് ഇതൊക്കെ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മളൊട്ട് ചെയ്യത്തതുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരും ആരും ചെയ്യണ്ടെന്ന് ഞാനും ചിന്തിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വലിയ പാപമാണ്. ദൈവം ഇതിനെയൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് ദുരിതം എന്നൊക്കെ ആ ഫരിസേയരോടും നീതിജ്ഞരോടും ഒക്കെ പറഞ്ഞ് നമ്മളോട് ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ടോ എന്ന് ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. അങ്ങനെ നമ്മൾ ഒരു ആത്മശോധന ഈ നോയമ്പ് കാലത്ത് എല്ലാ ദിവസവും ഈ നോയമ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയിലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ആത്മശോധന നടത്തി നോക്കണം. എൻ്റെ ഇന്ന്
ഈ രംഗത്തൊക്കെ എന്തെല്ലാം വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ നോയമ്പൊക്കെ നോക്കുന്നതൊക്കെ ശരിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അത് ഇപ്പം പറഞ്ഞത് അഹങ്കാരവും നിസ്സംഗതയും മറ്റുള്ളവരുടെ അസൂയയും മറ്റുള്ളവരോട് അവർക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തടയുകയും നമ്മളും ചെയ്യാതിരിക്കുക അവരെയും തടയുക എന്നൊക്കെയുള്ള വലിയ പാപങ്ങളായ കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനിയുമുണ്ട് ഒരുപാട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതും അവഗണിക്കുന്നതുമായ കാര്യങ്ങളെയാണ് ഞാൻ വിവരിക്കാൻ ഉദ്യമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് നല്ലപോലെ അത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ഈ നോയമ്പിൻ്റെ പ്രാർത്ഥനകളുമെല്ലാം നമ്മളിത് പശ്ചാത്താപത്തോടെ വേണം. ഈ കാര്യങ്ങൾ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടോ കർത്താവേ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ഈ നോയമ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ പോലും നടത്താൻ. അല്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. പകരം നമുക്ക് അനുഗ്രഹങ്ങൾക്ക് പകരം പുണ്യങ്ങൾക്ക് പകരം ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഓർമ്മിച്ചിരിക്കുക. എൻ്റെ ഈ ചാനൽ ഈ നോയമ്പുകാല ചിന്തകൾ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു ഔദാര്യപൂർവ്വം നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണേ. അതും ഒരു വലിയ സുവിശേഷ പ്രവർത്തനമാണ്. നോയമ്പുകാലത്തൊരു പുണ്യപ്രവൃത്തിയാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കും. നമുക്ക് ഈ നോയമ്പിൻ്റെ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും എല്ലാം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ പരിപൂർണമായിട്ട് യോഗ്യരാക്കി തീർക്കട്ടെ. പാപത്തിൻ്റെ എല്ലാം പശ്ചാത്താപ ബോധവും നമ്മൾ സമൃദ്ധമായിട്ടുണ്ടാകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് നിർത്തുന്നു. ആമേൻ.